യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു തീരുമാനം റെയിൽവേ കൈക്കൊണ്ടിട്ടുണ്ട്. ഇനി മുതൽ ട്രെയിൻ യാത്രക്കാർക്ക് അവരുടെ ടിക്കറ്റുകൾ വാട്സപ്പ് സ്ക്രീൻഷോട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് കാണിച്ചാൽ പോരത്രേ. പുതിയ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നിങ്ങൾ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റോ ടിക്കറ്റോ എടുത്ത് കൈവശം വെച്ച് മാത്രമേ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഡിജിറ്റൽ ഇന്ത്യ ആണത്രേ, ഡിജിറ്റൽ ഇന്ത്യ. പുതിയ കാലഘട്ടത്തിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ ആ യാത്രാരേഖയുടെ തെളിവ് കാണിച്ചു കൊടുത്താൽ പോരാ, അത് കൈവശം പേപ്പറായിട്ട് വേണം. പുതിയ കാലഘട്ടത്തിൽ ക്യാഷ്ലെസ് എക്കോണമി, നമ്മുടെ കൈകൊണ്ട് പണം ഉപയോഗിക്കാതെ ഡിജിറ്റൽ വഴി ഉപയോഗിക്കാം. അങ്ങനെ സമസ്ത മേഖലയിലും ലോകത്താകമാനം മാറുമ്പോൾ നമ്മൾ പിന്തിരിഞ്ഞ് നടക്കുകയാണ് സുഹൃത്തുക്കളെ. റെയിൽവേയെ നയിക്കുന്നവരുടെ തലയ്ക്ക് വെളിവില്ലായ്മ എത്രത്തോളം ഉണ്ടെന്ന് പുതിയ പരിഷ്കാരം കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്, ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ദുരിതാവസ്ഥയാണ്. വെക്കേഷൻ സമയത്തെല്ലാം ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ കുത്തി ഞെരുങ്ങിയ ആൾക്കാർ വരുന്ന സന്ദർഭത്തിൽ അവിടെ ആരെങ്കിലും കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ച് ഒരു വാട്സപ്പിൽ അയപ്പിച്ച് ആ ദൃശ്യം കാണിച്ചു കൊടുത്ത് യാത്ര ചെയ്യുന്ന പലരും ഉണ്ടാകാം. കാര്യം സമയത്ത് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥ വരും. ആ സന്ദർഭത്തിൽ ട്രെയിൻ കിട്ടിയില്ലെങ്കിലും ടിക്കറ്റ് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് അവിടെ നിൽക്കണം എന്ന് പറയുന്നിടത്ത് എന്താണ് റെയിൽവേ അധികൃതരുടെ ചിന്താഗതി എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു പരിഷ്കരണം നടപ്പാക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിന് ഉതകുന്നതാകണം. ഇത് ആരോട് പറയാൻ? ഈ നാടിനെ തന്നെ പണ്ട് ശിലായുഗത്തിലേക്ക് കൊണ്ടുപോകണം, അതാണ് യഥാർത്ഥ ജീവിതമെന്ന് ചിന്തിക്കുന്നവർ അധികാരത്തിലിരുന്നാൽ എന്താണ് ഓരോ മേഖലയിലും എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരുടെ എല്ലാ രേഖകൾ, അത് ആധാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡ് ആയിക്കോട്ടെ, ബാങ്ക് രേഖകളായിക്കോട്ടെ, തുടങ്ങി സകലതും ഡിജിറ്റലായിരിക്കുന്ന കാലഘട്ടത്തിൽ എടുക്കുന്ന ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ അത് ടിക്കറ്റായി പരിഗണിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എന്ത് തരം വിവരക്കേടുകളാണ് റെയിൽവേക്കകത്തുള്ളത് എന്ന് നാട്ടുകാർ തന്നെ തലയിൽ കൈവച്ച് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. തട്ടിപ്പ് തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ ടിക്കറ്റ് കൈവശം തന്നെ സൂക്ഷിക്കാൻ പറയുന്നതെങ്കിൽ ആ ടിക്കറ്റ് മറ്റൊരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയാലോ? അപ്പോൾ യാത്ര ചെയ്യേണ്ട കാര്യമില്ല. ഡിജിറ്റലായിട്ട് ആർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാതെ കൈവശം ഉണ്ടായാൽ അങ്ങനെയുള്ള തട്ടിപ്പുകൾക്ക് അവസരമുണ്ടാകില്ല. ഇതിപ്പോൾ തട്ടിപ്പുകാർക്ക് സാധ്യത ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ രീതിയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. എന്തായാലും കേരളത്തിലെ റെയിൽവേ യാത്ര ദുരിതമായിരിക്കുന്ന കാലഘട്ടത്തിൽ ആ യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ടിക്കറ്റ് സംവിധാനം കൂടി ദുരിതപൂർണമാക്കുന്ന റെയിൽവേയുടെ ന്യൂ ഡിജിറ്റൽ വികസനം നാട്ടുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഇരുട്ടടിയായി മാറുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.